ഹലോ ഫ്രണ്ട്സ്, മാതർ മജൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാനി നായകനായിരുന്ന ഹിറ്റ് 3 ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെട്രോയുടെ കൂടെയാണ് പടം ക്ലാഷായിട്ട് റിലീസായത്. അപ്പം പടത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷനും കേരളത്തിലെ കളക്ഷനും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇന്നലെ രാവിലെ പടം കുറച്ച് ഡൗൺ ആയി. അതായത് റെട്രോ, നമ്മുടെ സൂര്യ നായകനായിരുന്ന റെട്രോയുടെ ഒരു ഇതുകൊണ്ട് പടം കുറച്ച് ഡൗൺ ആയി. പിന്നെ ഇച്ചിരി മിക്സഡ് റിവ്യൂസ് ഒക്കെ വന്നു. എന്നാൽ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പടത്തിന് നല്ല റെസ്പോൺസ് വരാൻ തുടങ്ങി. രാത്രി ഹൗസ്ഫുൾ ഷോസ് തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇപ്പോൾ വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ 43 കോടിയോളം കളക്ഷൻ നേടിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ്. നമ്മുടെ കേരളത്തിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യ നായകനാകുന്ന റെട്രോ ഉണ്ട്, നമ്മുടെ ലാലേട്ടൻ്റെ തുടരും നല്ല വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാനിയുടെ ഹിറ്റ് 3 ഏകദേശം 40 ലക്ഷത്തോളം ഫസ്റ്റ് ഡേ കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടി എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കിയാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. അതായത് ഈ വലിയ നടന്മാരുടെ, അതായത് കേരളത്തിലെ നല്ല 2 നടന്മാർ, സൂര്യ നായകനാകുന്ന റെട്രോയും ലാലേട്ടൻ്റെ തുടരും, ഇത് രണ്ടിൻ്റെയും കൂടെ ഹിറ്റ് 3 ഇത്രയും കളക്ഷൻ കേരളത്തിൽ നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പിന്നെ ഫസ്റ്റ് ഡേ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കളക്ഷനാണ് ഇപ്പോൾ ഹിറ്റ് 3ക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ പടത്തിനെ പറ്റി മിക്സഡ് റിവ്യൂസൊക്കെ വന്നെങ്കിൽ പോലും ഇന്നലെ രാത്രിയായപ്പോൾ തൊട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ആയപ്പോൾ തൊട്ട് പടത്തിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഏകദേശം നല്ല അഭിപ്രായമാണ് വന്നുകൊണ്ടത്. എനിക്കൊന്ന് മാർക്കോയെക്കാട്ടിലും വെല്ലുന്ന വയലൻസ് ഉള്ള സിനിമ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നല്ല വിജയകരമായി ഓടട്ടെ. പിന്നെ ക്യാമിയേഴ്സ് ഉണ്ട്, ക്യാമിയ റോളൊക്കെ ഉണ്ട്. ഹിറ്റ് 4 ആ ഒരു ടൈലൻറ്റും ഒക്കെ ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ മാക്സിമം തിയേറ്ററിൽ പോയി കാണുക, വയലൻസ് ആസ്വദിക്കുക ഈ പടത്തിൽ. അപ്പം നല്ലൊരു ആക്ഷൻ മൂവി ആയിരിക്കും, ആക്ഷൻ ത്രില്ലർ മൂവി ആയിരിക്കും ഹിറ്റ് 3 എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പം എല്ലാത്തരം മൂവി അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.